വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. ഒരു കർമ്മി ആ ക്ഷേത്രത്തിലേക്ക് പൂജിക്കാനായിട്ട് കയറുന്നതിന് മുൻപ് അദ്ദേഹം വളരെയധികം ശുദ്ധി ആകിയിട്ടാണ് ഉള്ളിലേക്ക് കയറുക. തിരിച്ചു വന്നിട്ട് മറ്റൊരാളെ തൊടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വേറെ ആൾ തൊടുന്നതും അദ്ദേഹം വേറെ ആൾ തൊടുന്നതും വളരെ വിഷമമുള്ളതാണ്. അത് ആ കർമ്മികളെ പ്രത്യേകിച്ച് നമ്മൾ ഈ പൂജാരിമാരെ, തിരുമേനി, അങ്ങനെ അവരൊക്കെ പറയുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നാൽ അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാവരായിട്ട് വർത്തമാനം പറയണു, അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ തൊടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ പൂജയ്ക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കോ മറ്റോ ഉള്ളിലേക്കോ പൂജയുടെ കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ശുദ്ധിയിലായിരിക്കുന്നത്. അതാണ് തീർത്ഥം, പുണ്യാഹണ്ടാക്കി തീർത്ഥം ഉണ്ടാക്കി ശരീരശുദ്ധികളൊക്കെ ചെയ്തിട്ടാണ് ആ ദേവനായിട്ട് അദ്ദേഹം പൂജയിലേക്ക് എത്തുന്നത്, ആ കർമ്മത്തിലേക്ക് ആരംഭം വെക്കുന്നത്. അങ്ങനെ ആ ദേവനും അദ്ദേഹം ഇരിക്കുന്ന പരിസരം വളരെ ശുദ്ധിയാക്കിക്കൊണ്ടാണ് കർമ്മങ്ങൾ തുടങ്ങി അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് എത്തുക. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിനെ തോണ്ടാനോ പിടിക്കാനോ അത് ശരിയാവില്ല. അദ്ദേഹം വേറെ ആളെടുത്ത് പോവുക, അല്ലെങ്കിൽ കൂട്ടത്തിലേക്ക് ചെന്നിരുന്ന് വർത്താനം പറയുക, അതൊന്നും പാടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തിനും കൊടുക്കുക, അത് മേടിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് എന്താ വെച്ചാൽ അവിടെ വെച്ചോളാൻ അദ്ദേഹം പറയുള്ളൂ. കാരണം അശുദ്ധിയാകും. ഇപ്പൊ പൂജ ചെയ്യുമ്പോൾ രണ്ട് കിണ്ടി കാണാം. ഞാനീ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർക്ക് വേണ്ടിയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അറിയാത്തത് ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ ഞാൻ വലിയ അറിവുള്ള ഒരാളൊന്നുമല്ല. നമ്മളെ ഈ യൂട്യൂബിന്റെ ഭാഗമായിട്ട് ഓരോ എപ്പിസോഡും നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞ് നമുക്ക് അറിവുള്ള സംഗതികൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അറിവില്ലാത്ത ആളുകളുണ്ടായിരിക്കും. ആ അറിവ് ഇല്ലാത്ത ആളുകൾക്ക് അതൊരു അറിവായിട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ രണ്ട് കിണ്ടി വെച്ചിരിക്കും ആ പൂജ ചെയ്യുമ്പോൾ. അതിലൊന്ന് തീർത്ഥക്കിണ്ടി, ഒന്ന് കൈ കഴുകാനുള്ളൊരു വെള്ളമാണ്. അപ്പൊ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ചൊറിച്ചോ മാന്തിലോ അല്ലെങ്കിൽ കൈ പൂജയുടെ അല്ലാത്ത എന്ത് തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താലും പിന്നെ ആ കൈ കൊണ്ടാണ് പിന്നെ ഈ ഇതൊക്കെ എന്താ നിവേദിക്കലോ പൂജിക്കലൊക്കെ ആകുന്നത്. അപ്പൊ അത് അശുദ്ധിയായിട്ട് വരിക. ആ അശുദ്ധിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ കയ്യൊന്ന് നനയ്ക്കുക, അതിനെ കിണ്ടീനെ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് കഴുകാന്നുള്ളതാണ്. അപ്പൊ ചിലവരിപ്പോ അതിന് സമയമില്ലാത്തൊരു വെറുതെ കിണ്ടി വന്ന് തട്ടണ കാണാം. അപ്പൊ എങ്കിലും അദ്ദേഹം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അത് ശുദ്ധിയാക്കി എന്നുള്ള ഒരു തോന്നലുകൊണ്ടാണ് വീണ്ടും തുടർന്ന് പൂജകൾ ചെയ്യണത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ജലം പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലം പൂജിച്ചു. അതേപോലെ തന്നെ ഗന്ധം, ചന്ദനം കൊണ്ട് പൂജിക്കുകയാണ്. ആ ചന്ദനം കൊണ്ട് പൂജിക്കുമ്പോൾ പിന്നെ അടുത്തെടുക്കുന്ന പറഞ്ഞാൽ പുഷ്പമാണ്. അപ്പൊ ആ പുഷ്പം എടുക്കുമ്പോൾ ഇപ്പൊ ഈ ചന്ദനം, വെള്ളം, ജലം കൊണ്ട് പൂജിച്ചു, ഗന്ധം കൊണ്ട് പൂജിച്ചു. അപ്പൊ ഒന്ന് കൈ നനച്ചിട്ട് അതൊന്ന് മാറി വേറെ പാത്രം എടുക്കണത്. അപ്പൊ ജലം കൊണ്ട് പൂജിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഗന്ധം ഒരു പാത്രം എടുത്തിട്ട് ആ ചന്ദനം അങ്ങനെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇനി പുഷ്പം എടുക്കണം. അല്ലെങ്കിൽ പുഷ്പത്തിനും കൈ കഴിയില്ല, പിന്നെ ദീപം എടുക്കണത്. അപ്പൊ അതൊന്ന് ഇടയ്ക്ക് കൈ നനയ്ക്കുന്നത് നല്ലതാണ്. അപ്പൊ ശുദ്ധിയാക്കാൻ. അപ്പൊ അശുദ്ധി വരുന്നുണ്ട് എന്നുള്ള അർത്ഥം. അശുദ്ധി വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇരിക്കണം പെട്ടെന്ന് അവിടെ എന്തെങ്കിലും അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അവിടെ ഇരിക്കുന്ന ചന്ദനത്തിരിയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തോ, അല്ലെങ്കിൽ ഇതിലേക്ക് ഉൾപ്പെട്ട എന്തോ എടുക്കണം. ആ എടുക്കണമെങ്കിൽ ഒന്ന് എത്തിച്ച് കൈയൊക്കെ തട്ടി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടാണ് പിന്നെ അങ്ങനെ മണ്ണൊക്കെ വരാം. അപ്പോഴൊക്കെ വരുന്നത്. കാരണം അല്ലെങ്കിൽ അവര് ഈ കൊണ്ടൊന്ന് പിടിക്കുക, നമ്മൾ നാരായണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ അശുദ്ധിയുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നു കേട്ടോ. അപ്പൊ അതിലെ ഇപ്പൊ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊതു വന്നു, നല്ലതായിട്ട് കുത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ചിലപ്പോ, ഇതിനെ തട്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ. ചിലപ്പോൾ കൊതു പോവില്ല. അപ്പൊ ഒന്ന് കൊതു എന്ന് വിചാരിച്ചിട്ടാവില്ല, നമ്മുടെ ശ്രദ്ധ മുഴുവൻ പൂജയിലേക്കായിരിക്കും. പക്ഷെ ഒന്ന് തട്ടി കഴിഞ്ഞാല് അപ്പോഴായിരിക്കും മാന്തി കഴിഞ്ഞാല് അങ്ങനെയുള്ള സമയങ്ങളിൽ കൈ കഴുകിയിട്ട് വേണം പിന്നെ പൂജയിലേക്ക് തുടരാനായിട്ട്. അപ്പൊ അശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞ വലിയൊരു ഇതാണ്. അപ്പൊ ഈ പൂജാരി അല്ലെങ്കിൽ തിരുമേനി അല്ലെങ്കിൽ ഇവരൊക്കെ ശരീരം ശുദ്ധി ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ശുദ്ധി ചെയ്തിട്ടാണ് പിന്നെ ആ തീർത്തൊക്കെ തെളിച്ച് ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം കർമ്മം കൊടുക്കുന്നത് ചെയ്യുന്നത് ആ സ്ഥലങ്ങളില്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ കർമ്മം കഴിയുന്നവരെ, പൂജ കഴിഞ്ഞ് നടക്കുന്നവരെ അശുദ്ധിയാകാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെടില്ല. അപ്പൊ ചിലവരൊക്കെ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് പേടിച്ചില്ല, ആള് വലിയ തമ്പുരാനാ എന്നൊക്കെ പറയും. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അത് ഇതാണ്, അദ്ദേഹം അപ്പോഴത്തെ സമയത്ത് ശരീരശുദ്ധിയിലാണ് ദേവനും
കർമ്മിയും പൂജ ഒക്കെ. അപ്പൊ അത് കഴിഞ്ഞ ചിലപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത് വന്നിട്ട് ഇരിക്കുന്നവരുണ്ടാവും, ചായ കഴിക്കുക, കൈ പിടിക്കുക, ഷൈക്കിന്റെ തരിക, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിയിരുന്ന് വർത്താനം പറയണവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അതേപോലെ തന്നെ അശുദ്ധിയായിട്ട് എന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആ പൂജിക്കുന്ന കർമ്മിക്ക് മനസ്സിലാകും. ഇപ്പൊ എന്തെങ്കിലും തട്ടി കൈ തട്ടി ആ വിഗ്രഹം വീണ് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമാണ്. അതേപോലെ തന്നെ അതിന് കയ്യോ കാലൊക്കെ ഒടിഞ്ഞാൽ അതിലേറെ വിഷമാണ്, അശുദ്ധിയാണ്. അപ്പൊ ഇങ്ങനെ കൈ തട്ടി വിഗ്രഹമോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പാർട്സുകൾ എന്തെങ്കിലും വീണും പൊട്ടിഞ്ഞിരിക്കും. അപ്പൊ പീഠത്തിന്റെ ആയിരിക്കാം, ഇപ്പൊ ഓടിന്റെയോ എന്തെങ്കിലും സംഗതികളൊക്കെ പൊട്ടി ആ വിഗ്രഹത്തിന്റെ ആ ഐറ്റംസ് പൊട്ടിഞ്ഞിരിക്കാം. പീഠമോ അല്ലെങ്കിൽ അതിന്റെ വിഗ്രഹമോ മറ്റെന്തോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ നമ്മൾ ചെയ്യുക, അതിനെ ഒന്ന് ശരിയാക്കണം. കാലം മുറിഞ്ഞു വീണിട്ടുള്ളത് വെച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതും കൊണ്ട് അങ്ങനെ നേരെ മൂശാരിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ വെള്ളി എന്ന ഇരുമ്പിൻ്റെത് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മറ്റ് വെൽഡിങ്ങിലൊക്കെ ഉണ്ട് റാഡ് മാറിയിട്ടുള്ളത്. അതേപോലെ തന്നെ അല്ലെങ്കിൽ മൂശാലിയുടെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം അതിൽ വേണ്ട സംഗതികളൊക്കെ വെച്ച് ഒട്ടിക്കുന്നത്, അത് ഏറ്റവും വലിയൊരു അബദ്ധമായിട്ടാണ് കണ്ടുവരുന്നത് തീർച്ചയായിട്ടും. കാരണം ആ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ പീഠത്തിന്റെ ഏതെങ്കിലും ഭാഗമാണ് ഈ വിഷ്ണുവായുടെ പീഠങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ 2-3 സ്റ്റെപ്പൊക്കെ ആയിട്ടോ വലിയ പീഠം ഉണ്ട് വെച്ചെങ്കിൽ അത് ഒട്ടിച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ പീഠായാലും ശരി. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ആ ദേവന്റെ ശരീരഭാഗം മൊത്തമാണത്. വിഗ്രഹം പീഠടക്കം മൊത്തം ഭഗവാന്റെ ശരീര അല്ലെങ്കിൽ വേറെ പീഠത്തമ്മിലാണ്. ആ പീഠത്തം തിരിഞ്ഞ് കത്തിഞ്ഞിരിക്കുക, അതിലേറെ ദുരിതവും വിഷമം കൂടിയാണ്. ഇതൊക്കെ അശുദ്ധിയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്ന എനിക്കെന്നെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ഒരു വിഗ്രഹത്തിന്റെ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു, കാലുടിഞ്ഞു, കൈയൊടിഞ്ഞു, അപ്പൊ അത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതൊരു വിഷമാണ്. അപ്പൊ ശരിയാക്കാനായിട്ട് നമ്മൾ അത് പണി അറിയുന്ന ആളുടെ അടുത്തേക്ക് ചിലപ്പോൾ സാധാരണ കൊണ്ടുപോകും, നന്നാക്കണം എന്തായാലും. അങ്ങനെ പൊട്ടിയിട്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ കൊണ്ടുപോകുമ്പോൾ ഇതുമ്പോൾ ദൈവിക ശക്തി ഉള്ളതാണ്, പലരും അത് ശ്രദ്ധിക്കാറില്ല. ആ ദൈവിക ശക്തി ഉള്ളതാണ്, ചൈതന്യം ഉള്ളതാണ്. അത് കൊണ്ടുപോയിട്ടാണ് ഇതിന്മേ കത്തിക്കുന്നതോ അല്ലെങ്കിൽ ഒട്ടിക്കുന്നതോ ഒക്കെ ചെയ്യുമ്പോൾ ആ ജീവനോട് കൂടിയിട്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അത് അതിലേറെ ദുരിതങ്ങളും വിഷമങ്ങളും അശുദ്ധികളും തന്നെ ഉണ്ടാകുക. എന്ന ജീവനുള്ളതായ ആൾക്ക് എന്തിനാ ബുദ്ധിമുട്ട്, ഇത് പൊട്ടിയേ ചോദിക്കും. പിന്നെ മനുഷ്യൻ നടന്നു പോകുമ്പോൾ കട്ടിമറിഞ്ഞ് വീണില്ലേ, വണ്ടി ഇടിക്കണില്ലേ, അപകടങ്ങൾ ഉണ്ടാവണില്ലേ, കയ്യോ കാലോടിയണില്ലേ. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് വരാവുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ പീഠത്തിന് കയ്യോ കാലോടിഞ്ഞു അല്ലെങ്കിൽ പീഠം കത്തി അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടേ, അതുമ്മേ എന്തെങ്കിലും വേറെ കത്തിയ പീഠത്തിന് അതൊക്കെ നിറച്ച് കഴുകി അല്ലെങ്കിൽ വല്ല പെയിന്റ് അടിക്കാതെ ചെയ്യാതെ തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രീനെ അറിയിക്കുക, അല്ലെങ്കിൽ അതറിയാവുന്ന ആളുകളോട് കാര്യം പറയാം, അല്ലെങ്കിൽ അടുത്ത ജ്യോത്സ്യനെ കണ്ടിട്ട് കാര്യം പറയാം, അവതരിപ്പിക്കാം. എന്നിട്ട് എന്താ അതിന് പ്രതിവിധി എന്ന് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ആ തിരുമേനിമാരെ തന്ത്രി പറയുന്ന ആ അറിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ പീഠത്തുമ്പിലാണ് ഇതുപോലെ അപകടം പറ്റി സംഭവിച്ചിട്ടുള്ള വെച്ചെങ്കിൽ ആ പീഠം നീ നന്നാക്കാൻ കൊണ്ടുപോകണമെങ്കിൽ കാല് മാറണം, അത് മാറി കഴിഞ്ഞാൽ നന്നാവും, കുഴപ്പമില്ലാന്നുണ്ട് വെച്ചെങ്കിൽ അതിന്റെ ശക്തിയെ ഇവിടുന്ന് ആവാഹിച്ച് വെച്ചതിന് ശേഷം അത് ഒന്നുമല്ലാത്ത തരത്തിൽ വേണം കൊണ്ടുപോയിട്ട് ആ കാര്യം ശരിയാക്കിയിട്ട് വരാൻ. അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് ശുദ്ധി ചെയ്തിട്ട് ആ പീഠത്തുമ്പിലേക്ക് മറ്റുള്ള ആവാഹിച്ച് വെച്ച ശക്തിനെ അതിലേക്ക് സാന്നിധ്യപ്പെടുത്തണം. അപ്പോഴാണ് അതിനെ നല്ല രൂപത്തിലാവുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും, ജീവനുള്ള കയ്യോ കാലുമ്പേ നമ്മൾ വീണ്ടും വെട്ടിപ്പൊളിക്കുക അല്ലെങ്കിൽ കുത്തിപ്പൊളിക്കുക, തീ പിടിപ്പിക്കുകയോ ചെയ്യുന്നത്. അത് അതിലേറെ അനർത്ഥങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുക. കാരണം ദേവന്റെ മൊത്തം ഒരു ശരീരമായിട്ടാണ് നമ്മൾ വിഗ്രഹത്തിനെ കാണുന്നത്. അത് വാൽക്കണ്ണാടി ആയാലും മറ്റെന്തായാലും. അപ്പൊ അതിനെന്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളതായ തന്ത്രീനെ അറിയിക്കുക, അല്ലെങ്കിൽ അറിവുള്ള കർമ്മികളോട് ആലോചിച്ചിട്ട് മാത്രം ചെയ്യാം. ഉടനടി കൊണ്ടുപോയിട്ട് അത് കത്തിക്കാൻ അങ്ങനെ വെൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൂശാലിൻ്റെ അടുത്ത് കൊണ്ട് കശിച്ച് വേറെ എന്തെങ്കിലും ചൂടാക്കി വെക്കാനോ ഒന്നും നിൽക്കരുത്. ഒരു പീഠം കത്തി കഴിഞ്ഞാൽ ആ കത്തിയിട്ടുള്ള പീഠം വെച്ചിട്ട് പിന്നെ പൂജിക്കരുത്. എത്രയും പെട്ടെന്ന് അതേപോലെ തന്നെ പീഠം ഉണ്ടാക്കിയിട്ട് ആ പീഠത്തിന് അവിടെ ഇതുമെന്നുള്ള ശക്തിനെ ആവാഹിക്കുക, ആ പീഠത്തിന് ഈ ദേവനെ ഇരുത്തുക, കുടിയിരുത്തുക. അപ്പൊ ഇതൊക്കെ അശുദ്ധി വരുന്നതാണ്. അപ്പൊ അതുപോലെ പൂജിക്കുന്ന സമയത്ത് എങ്ങനെ കൈ മുറിഞ്ഞു ശ്രീകോവിലിൽ ചോര വന്നു, എന്തായി? അതൊക്കെ നിഷിദ്ധമായിട്ടുള്ളതാണ്. അതൊക്കെ വളരെയധികം അശുദ്ധികൾ ഉണ്ടാകുന്ന ദേവനെ അത് പുറത്തായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ദേവന്റെ ആ അപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഉത്തമത്തിലിരിക്കുന്ന ദൈവങ്ങൾക്ക് അതിന് പ്രത്യേകാൽ
അതേപോലെ തന്നെ വിളക്ക് കെട്ടിമറിഞ്ഞ് വീണു. ആ ഒരു കാരണവശാലില്ലാണ്ട് ആ എണ്ണയ്ക്ക് പോയി വിഗ്രഹത്തിന് നോക്കിയാൽ ഞങ്ങളുടെ. അപ്പൊ അത് സ്വാഭാവികമാണ്. ഇപ്പൊ കയ്യും കാലൊക്കെ തട്ടുന്ന പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കിണ്ടി തട്ടാം. ഇവിടെ ഇരിക്കുന്ന ആളെ പൂജിക്കുന്ന ആൾ എന്തെങ്കിലും എടുത്ത് അല്ലെങ്കിൽ കാല് മാറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ പൂജക്കിണ്ടി പറയാം, വെള്ളം പോവാം, അല്ലെങ്കിൽ വേറെ മണി കെട്ടി മറിഞ്ഞ് വീഴാം. അതൊക്കെ സ്വാഭാവികമായിട്ട് സാധാരണ നടക്കുന്ന സംഭവങ്ങളുണ്ട്. അതിനൊന്നും വലിയ ഒരു ഇതൊന്നും നോക്കേണ്ടതില്ല. അല്ലാത്ത തരത്തിലുള്ളതായ സംഭവങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് അശുദ്ധിയായിട്ട് വരിക. പിന്നെ എന്ത് ചെയ്യണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ പുറത്ത് വെച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിൽ എന്തണിയാണ് സംഗതി, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കീറല് മുറിക്കല് അതും അശുദ്ധി ഉണ്ടാക്കുന്ന. ഒരു പട്ടുണ്ടെങ്കിൽ അത് കീറി അല്ലെങ്കിൽ മുറിച്ചു, അതൊക്കെ പുറമെ വെച്ചിട്ട് ചെയ്തുകൊണ്ട് ശുദ്ധിയാക്കിയിട്ട് വേണം. അതും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അശുദ്ധി ഏൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം. അതുപോലെ അവിടെ പൂജിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പട്ട് അല്ലെങ്കിൽ മുണ്ട് കത്തുക എന്ന് വിചാരിക്കുക, അതും പ്രശ്നത്തിന്റെ കുറെ സൂചനകളാ, നിമിത്തങ്ങള്, ലക്ഷണങ്ങളാണ് കാണിച്ചു തരുന്നത്. അപ്പൊ അതങ്ങനെ തുണി കത്തി കഴിഞ്ഞാൽ വളരെ അശുദ്ധികളാണ്. അശുദ്ധിന്റെ ഭാഗമായിട്ടുള്ള തീർക്കേണ്ട സംഗതികളുണ്ട്. അത് തന്ത്രിമാർക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ കർമ്മികൾക്ക്. അപ്പൊ അതിന്റെ അശുദ്ധീനെ തീർക്കാവുന്ന കർമ്മങ്ങള് ചെയ്തിട്ട് വേണം പിന്നീട് കർമ്മങ്ങളിലേക്ക് തുടരാനായിട്ട്. അതേപോലെ തന്നെ ക്ഷേത്രത്തിലത്തെ വസ്തുക്കള്, മാലയിട്ടോ മറ്റെന്ത് സംഗതികളും അത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ, കള്ളൻ വന്ന് അവിടുത്തെ എന്തെങ്കിലും സംഗതി കൊണ്ടുപോയി കഴിഞ്ഞാലും അശുദ്ധിയാണ് വരിക. അത് അതിനെ ശുദ്ധി ചെയ്യുന്ന ശുദ്ധിക്രിയകളുണ്ട്. ശുദ്ധിക്രിയകളുണ്ട് എന്ന് പറയുമ്പോൾ അശുദ്ധി സംഭവിക്കാം. അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മറുമരുന്ന് എന്നുള്ളതിൽ അതിനെ ശുദ്ധീകരിക്കാനുള്ളതായ കർമ്മക്രിയകളുണ്ട്. അപ്പൊ ശുദ്ധിയുണ്ട്, അശുദ്ധിയുണ്ട്, അത് നന്നാക്കാനുള്ളതുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് അശുദ്ധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാനുള്ളത് ആ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ചുമക്കുക, തുപ്പുക, അതേപോലെ തന്നെ ഈ മനസ്സാകുന്ന ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ, ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാ. ആയി കഴിഞ്ഞാൽ അശുദ്ധികൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. അവര് പുറമെന്ന് വരുന്ന ആളുകൾ അത് വിഗ്രഹത്തുമ്പോൾ തൊടാനായിട്ട് പരമാവധി അനുവദിക്കരുത്. കാരണം അവർ ഈശ്വരനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ വിഗ്രഹത്തുമ്പോൾ തൊട്ട് നമസ്കരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുക. പക്ഷെ അവര്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചത്, ഇത് പൂജിക്കുന്ന ആള് ആ കുളി കഴിഞ്ഞു വന്ന് ആ പൂജയിലേക്ക് തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ശരീര ശുദ്ധി വരുത്തിയതിന് ശേഷം പുണ്യാഹം ഉണ്ടാക്കി അവിടെയൊക്കെ തെളിച്ച് അദ്ദേഹത്തിന്റെ ശിരസിലും ശരീരത്തിലും ദേവന്റെ ആ ഭാഗത്തൊക്കെ ശുദ്ധീകരിച്ചിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങുന്നത്. പുറമെന്നൊരു വരുന്ന ആള് വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ കുളിച്ചു വണ്ടിയിലാൻ വരേണ്ട എല്ലാവരും കൂട്ടി തൊട്ടിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ അശുദ്ധികള്, ചിലപ്പോൾ ഒരുപാട് ആളുകൾ മാറണ വീട്ടിൽ പോയിട്ടുള്ളവരുണ്ടാവും. അതേപോലെ തന്നെ ഈ ഇങ്ങനെ മെൻസസ് പീരീഡൊക്കെ ഉള്ള ആളുകൾ കൂട്ടത്തിൽ വരുമ്പോൾ അതൊക്കെ തൊട്ടിട്ടാൻ വരിക. നമ്മളതൊന്നും അങ്ങനെയുള്ളവരുണ്ടോ അതൊന്നും നോക്കിയിട്ടുമല്ല. പക്ഷെ അതൊക്കെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ദേവനെ സ്പർശിക്കുമ്പോൾ അത് വലിയൊരു വിഷമമാണ് എന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അശുദ്ധിയുടെ ഭാഗങ്ങളാണ്. അതൊക്കെ വരുത്താണ്ട് നോക്കുക. അപ്പൊ പ്രത്യേകിച്ച് ദേവന്റെ അടുത്തേക്ക് പൂജിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒന്നും അറിയില്ല വെച്ചെങ്കിൽ, പൂജേനെ പറ്റിയിട്ടുള്ള ഒരു ABCD അറിയില്ലാത്ത ഒരാളാണ് വെളുക്ക് വെക്കുക എന്നുള്ള സമ്പ്രദായത്തിൽ അങ്ങനെ വിചാരിക്കുക. അപ്പൊ അദ്ദേഹം പൂജിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കിണ്ടി ഉണ്ടെങ്കിൽ 2 കിണ്ടി എടുത്ത് വെക്കുക, പൂജിക്കാനുള്ള സംഗതികളൊക്കെ എടുത്ത് വെക്കുക, 2 കിണ്ടിയിൽ വെള്ളം, അതേപോലെ തന്നെ ഈ കളഭം അല്ലെങ്കിൽ ചന്ദനം, പിന്നെ പുഷ്പം, പിന്നെ ധൂപം, പിന്നെ ദീപം, അതൊക്കെ വെച്ചിട്ട് വേണം അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും പൂജ ചെയ്യാനായിട്ട്. കാരണം 5 പഞ്ചാർച്ചന എന്ന് പറഞ്ഞ 5 വസ്തുക്കളെ കൊണ്ട്, സംഗതികളെ കൊണ്ട് പൂജിക്കുക. അപ്പൊ ആദ്യം ജലം കൊണ്ട്, പിന്നെ ഗന്ധം കൊണ്ട് ചന്ദനം, പിന്നെ പുഷ്പം കൊണ്ട്, പിന്നെ ധൂപം കൊണ്ട് ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ഈ നമ്മുടെ സാമ്പ്രാണിയോ പോലുള്ളതായി പുകയ്ക്കുന്ന. അപ്പൊ അതേപോലെ തന്നെ പുകയ്ക്കുന്ന അതുകൊണ്ട് പുകയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ പിന്നെ തിരി, ആ തിരി കൊണ്ട് ധൂപം, ദീപം. അപ്പൊ ഇങ്ങനെ 5 ഭാഗങ്ങളെ കൊണ്ടാണ് പൂജിക്കുക. അപ്പൊ അതിന്റെ മന്ത്രങ്ങളുണ്ടോ തന്ത്രങ്ങളുണ്ടോ എന്നുള്ളത് അറിയാനില്ലെങ്കിലും അത് 3 തവണ വെള്ളം പൂജിക്കുക, 3 തവണ ചന്ദനം പൂജിക്കുക, 3 തവണ പൂ പൂജിക്കുക, ഈ ധൂപം, പിന്നെ കഴിഞ്ഞ ദീപം, അങ്ങനെ ആണ് പൂജിക്കുക. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത് ശുദ്ധീകരിക്കാനായിട്ട്.
തുളസിയുടെ അല, തുളസി ഉണ്ടാവും, തെച്ചിയ തുളസിക്ക് ഉണ്ടാവും, അതിൽ കുറച്ച് അരി നെല്ലൊക്കെ ഇട്ട് അതും ഈ ചന്ദനത്തോട് കൂടിയിട്ട് കൂട്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് ഒന്നും അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗംഗ ജമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിയും കുരു, അങ്ങനെ 14 തവണയെങ്കിലും ജപിച്ച് ആ ഗംഗാദേവീനെ നമ്മൾ ഇതിലേക്ക് ആവാഹിക്കണം, കയ്യിലേക്ക് ആവാഹിക്കണു എന്ന് പറഞ്ഞിട്ട് അത് ആക്കിയിട്ട് ഇതാണ് കിണ്ടിയിലേക്ക് നമ്മളെല്ലാവരും സപ്തനദികളെ തന്നെ ഇതിലേക്ക് ആവാഹിച്ചു. ഗംഗ യമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി, ഈ എല്ലാ നദികളുടെയും തീർത്ഥത്തിന് ആ സാന്നിധ്യത്തിൽ നമ്മൾ കിണ്ടിയിലേക്ക് ആവാഹിച്ചു. അങ്ങനെ നമ്മൾ സങ്കല്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഇതുകൊണ്ട് പൂജിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പുണ്യാഹമായി. ആ പുണ്യാഹം കൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ തെളിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ തെളിക്കുന്നത്. ആ പരിസരത്തും തെളിച്ച് ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ നമ്മൾ കിടക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവുക. അശുദ്ധികളുടെ മീത് അശുദ്ധിയായിട്ട് വരുമ്പോൾ ആ ദേവന്റെ ചൈതന്യത്തിന് സാരമായിട്ട് ബാധിക്കും. പിന്നെ എന്ത് ചെയ്താലും ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അപ്പൊ വലിയ ശുദ്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളതായ തന്ത്രിമാരെ തന്നെ സമീപിക്കുക, അവരോട് കാര്യം പറയാം. അല്ലെങ്കിൽ ജ്യോത്സ്യനോടോ അല്ലെങ്കിൽ അതിനെ നോക്കിയിട്ടുള്ള ആളോട് പറയുക, എല്ലാ ശുദ്ധി വന്നിട്ടുണ്ടോ, ഇനി ഇതിനെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കി അറിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ തുണി കത്തി, അതിൻ്റെ ഉള്ളിൽ മുണ്ട് കത്തി, പെട്ടെന്നാണ്ട് കത്തി പിടിച്ചു, അത് അവിടെ കിട്ടുന്ന തിരുമ്മി അത് ശരിയാക്കി. പക്ഷെ അത് അശുദ്ധിയുടെ വലിയൊരു ഭാഗമാണ്. അതുപോലെ ഈ പ്രതിഷ്ഠ ഉറപ്പിച്ചിട്ടുള്ളത് അഷ്ടബന്ധം, കടും ശർക്കര കൂട്ടൊക്കെ, അതൊക്കെ വെച്ചിട്ടാണ് ഈ ശിലയിലേക്ക് ഉറപ്പിക്കുക. അങ്ങനെയുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത് അത് വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങും, കഴുകണ വെള്ളം ഇറങ്ങും. അതും അശുദ്ധിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ദേവിയുടെ ശക്തിക്ക് അത് സാരമായിട്ട് ബാധിക്കും, ദേവന്റെ ശക്തിക്ക്. അപ്പം അതിനെ ഇതേപോലെ തന്നെ തന്ത്രിയോടോ കാര്യം ആക്കെ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ ആ പൊട്ടിയിട്ടുള്ളതായ സംഗതികളെ മാറ്റി വേറെ അഷ്ടബന്ധം വെച്ച് ഉറപ്പിക്കുക. അപ്പം അശുദ്ധി ഉണ്ടാവില്ല. അതേപോലെ തന്നെ സാധാരണ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലയുണ്ട്, ആചരണങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം പിന്നെ എന്താ പ്രസവിച്ചത്, അവിടെ അല്ലേ, ഇവിടെ അല്ലേ, അല്ലെങ്കിൽ മെൻസസ്സായി കഴിഞ്ഞാൽ അപ്പം അതിനിപ്പോൾ എന്തുട്ട് സാധാരണ അവരുടെ ശരീരത്തിലുള്ളതല്ലേ എന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷെ ഇതിന് പറ്റാത്ത പോലെ തന്നെയാണ് ഉള്ളത്. അതതിനെ ആചരിച്ചു വരുന്ന പോലെ കർമ്മങ്ങൾ ചെയ്യാം. നമ്മളിപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഇതിട്ടുണ്ട് വെച്ചെങ്കിൽ തന്നെ ഇതിലുള്ള വീട്ടിലേക്ക് ആൾ കയറി ചെല്ലും. അങ്ങനെയുണ്ട്. വരുന്ന വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഇത് പീഡ്സായിട്ട് വിചാരിക്കാം. എന്നാൽ ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് പൂജിക്കുന്ന കർമ്മിയാണ്, ആ ക്ഷേത്രത്തിലേക്ക് വരാതിരിക്കാൻ പറ്റും. ഒരാളിന് പകരത്തിന് കിട്ടാനുമില്ല, വരാതിരിക്കാൻ പറ്റുമോ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ. വിളിച്ചൊക്കെ വന്ന് കൈകാലം കഴുകി അദ്ദേഹത്തിനെ ശുദ്ധി ആക്കി ഭസ്മധാരണമൊക്കെ നടത്തി ഇവിടെ വന്ന് ശരീരം ശുദ്ധി ചെയ്തിട്ട് പൂജയിലേക്ക്. പിന്നെ കുറച്ച് നേരത്തേക്ക് അത് മറ്റൊരാളായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഈ പ്രസവിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ പ്രസവിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് വെച്ചെങ്കിൽ ആ വീട്ടിലേക്ക് വിലയില്ല. അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് 4-ാം നേരത്തേക്ക് കെട്ടുപിടിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നതായ, അതായത് അവിടുത്തെ മക്കൾ, ആ മക്കളുടെ ഭാര്യമാർ പ്രസവിച്ചു കഴിഞ്ഞാൽ അവിടെ വിലയാണ്. അത് കൊടുത്തിട്ടുള്ള മകളിനെ കൊടുത്ത വീട്ടിലത്താണ് വെച്ചെങ്കിൽ, നമ്മുടെ വീട്ടിലാണ് വെച്ച് പ്രസവിക്കണമെങ്കിലും ശരി, അത്ര അശുദ്ധി എന്ന് പറയാൻ ദേവനെ ചെയ്യാൻ പാടില്ലാത്തൊരിതില്ല. അപ്പം നമ്മുടെ വീട്ടിലത്തെ ആ കുട്ടിയോടെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ 10, പെൺകുട്ടിയാണ് പ്രസവിച്ച കുട്ടി പെൺകുട്ടിയാണെങ്കിൽ 15 നാളും തല. അതുവരെ അവർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊതുവായിട്ടുള്ള ക്ഷേത്രമാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ശുദ്ധി ചെയ്തിട്ട് ശുദ്ധിക്രിയകളൊക്കെ ചെയ്തിട്ട് പിന്നെ കർമ്മങ്ങൾ കൊടുക്കാം. അതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരാൽ 4-ാം നേരത്തെ തറവാട്ടിലെ വ്യക്തികളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും 16 അടിന്തരം കഴിഞ്ഞതിന് ശേഷം തന്നെ നട തുറക്കാവൂ. ചിലർ 10, ചിലർ 11 അടിന്തരം നടത്തുന്നവരുണ്ട്. ചിലർ 3, 4, 7 ഒക്കെ നടത്തുന്നവരുണ്ട്. പക്ഷെ 16 അല്ല, 16, 15, 16 കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ 16 കഴിഞ്ഞ് 17-ാമത്തെ ദിവസമാണ് നട തുറന്ന് പൂജ ചെയ്യാനായിട്ട് പാടുള്ളത്. അതൊരു അശുദ്ധി തന്നെയാണ്. അതേപോലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നായ പ്രസവിച്ചു, പൂച്ച പ്രസവിച്ചു, അല്ലെങ്കിൽ വലിയ മൃഗങ്ങൾ ചത്ത് കിടന്നു,
അതൊക്കെ വളരെ വളരെ അശുദ്ധിക്കുക, ക്ഷേത്രത്തിന്റെ ആ ചൈതന്യത്തിന്, ആ കലയ്ക്ക് നാശം വരുത്തണം അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നടക്കണത് തന്നെയാണ്. ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ അമ്പൊക്കെ കിണറ്റിലും കുളത്തിലും കാക്കകൾ കാഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അമ്പലത്തിന്റെ പുറത്ത് ക്ഷേത്രത്തിൽ മീതെ ഇരുന്നിട്ട് കാക്കകൾ കാഷ്ടിക്കുന്നുണ്ട്, പുറത്ത് അതുമാതിരി കാഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കടക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ സാധാരണ പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ്. അതിനൊന്നും കൃത്യമായിട്ട് ഇത് കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഈ സംഗതിക്ക് ദൈവിക ഈ ആവശ്യത്തിന്റെ കാര്യങ്ങൾക്ക് അശുദ്ധിയുടെ മീത് അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ അശുദ്ധി തീർത്ത് മുന്നേറുക, അത്രേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേക മാസപൂജയൊക്കെ തന്ത്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പുണ്യാഹം ഉണ്ടാക്കി ശുദ്ധി വരുത്തി കിണറ്റിലും വെള്ളം കോരുന്ന ജലാശയത്തിലും അതിലും വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുക. അതിനെ ശുദ്ധീകരിക്കാനുള്ള പുറമെന്ന് വന്നിട്ടുള്ള വലിയ അശുദ്ധിയാണെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനുള്ളതുണ്ട്. അല്ലെങ്കിൽ പുണ്യാഹം അല്ലെങ്കിൽ തീർത്ഥമൊക്കെ തെളിച്ചിട്ട് ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ശുദ്ധി ഉണ്ടെങ്കിലും ചെറുവക കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെ പൂജിക്കുന്ന ആള് അത് മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാം. അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വേറെ വല്ലതാണ് വെച്ചെങ്കിൽ അതിന് തന്ത്രീനോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോതിഷനൊക്കെ കണ്ട് ഇന്നമാര് സംഭവിച്ചിട്ടുണ്ട്, അതിന് അശുദ്ധി ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതായ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക. ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കുക, അശുദ്ധി ഉണ്ടെങ്കിൽ തീർക്കുക. അപ്പൊ ഇങ്ങനൊക്കെ ഈ അറിവുകൾ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശരി, ഒരുപാട് അറിയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് എന്തും നമ്മുടെ കയ്യിൽ തെറ്റ് പറ്റുമ്പോഴാണ് ആ തെറ്റിന് മനസ്സിലായത് തെറ്റാണ് ഇട്ടാന്ന് മനസ്സിലാക്കാനും ശരി അപ്പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരില്ല. ചിലവരൊക്കെ വളരെയധികം മോശമായിട്ട് ഇടും, എനിക്ക് വേറെ പണിയിലിടും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് അറിയേണ്ട ആളുകൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയില്ല. ഇതേപോലത്തെ ആളുകൾ പറയുമ്പോഴാണ് 10 വാക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതോ നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലോ ഈ കർമ്മ മേഖലയ്ക്കോ ഗുണം ചെയ്യും. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.